കുറച്ചധികം പുസ്തകങ്ങളുണ്ട്. എന്നാലും ഞാൻ വായിച്ച ഏതാനും ചില പുസ്തകങ്ങൾ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. ഇത് ഖസാക്കിൻ്റെ ഇതിഹാസം. നമ്മൾ മലയാളികളെല്ലാം തന്നെ വായിച്ചൊരു പുസ്തകമാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. നല്ലൊരു വായനാനുഭവമാണ്. ഒ.വി. വിജയ് സാറിൻ്റെ നല്ലൊരു സൃഷ്ടി എന്ന് തന്നെ പറയാം. ഇതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന മറ്റൊരു സൃഷ്ടി നമ്മൾ മലയാളികൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതുപോലെ തന്നെ വേറൊരു പുസ്തകമാണ് മനുഷ്യനൊരാമുഖം. നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയ ഒരു പുസ്തകമാണ് മനുഷ്യനൊരാമുഖം. അതിനേക്കാളൊക്കെ ഉപരി ജനങ്ങളുടെ മനസ്സിൽ ഒരു നല്ല സ്ഥാനമുള്ള ഒരു പുസ്തകം. അതുപോലെ സുഭാഷ് ചന്ദ്രൻ്റെ വേറൊരു പുസ്തകമാണ് സമുദ്രശില. ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾ വളരെ ഒരുപാട് നാള് എൻ്റെ മനസ്സിൽ തങ്ങി നിന്ന ഒരു പുസ്തകമാണ്. അതുപോലെ 2017 വയലാർ അവാർഡ് നേടിയ കൃതിയാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകൻ. വളരെ നല്ല ഒരു റൈറ്റിംഗ് ആണ് ടി.ഡി. രാമകൃഷ്ണൻ്റെ ഈ പുസ്തകം. ഇതും നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആടുജീവിതം നമ്മുടെ കേരളത്തിലെ ഒരു കാലഘട്ടത്തിലെ സമ്പദ് വ്യവസ്ഥയെ തന്നെ വളരെയേറെ സഹായിച്ച ഗൾഫ് മലയാളികളുടെ ഒരു ത്യാഗത്തിൻ്റെ അതായ ഒരു കഥയാണ്. അവരുടെ സമ്പത്തിനെയാണ് നമ്മളെല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ അവരനുഭവിച്ച ദുരിതപൂർണമായ ജീവിതത്തെക്കുറിച്ച് ബെന്യാമിൻ വളരെ വിശദമായിട്ട് എഴുതിയിരിക്കുന്നു. ഈ പുസ്തകം ഏറെക്കുറെ എല്ലാവരും വായിച്ചതായിരിക്കും. എന്നാലും വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. അതുപോലെ തന്നെ പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ്. ഈ പുസ്തകം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മോട്ടിവേഷൻ സ്റ്റോറിയാണ്. പല മോട്ടിവേഷൻ ട്രെയിനേഴ്സും ഈ പുസ്തകത്തെ കോട്ട് ചെയ്യുന്നത്. ഇതിനപ്പുറം ഒരു മോട്ടിവേഷൻ പുസ്തകമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങൾ വായിക്കണം. അതുപോലെ എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ.